അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിറ്റി ഫ്രാൻസിസ്. ഞാൻ വരുന്നത് ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് ഇടവക അംഗമാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് പ്രത്യേകമായിട്ട് എൻ്റെ തൊഴിൽ മേഖലയിൽ വലിയൊരു തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ 2016 ബിടെക് ഗ്രാജുവേറ്റാണ്. ആ സമയത്തൊക്കെ ഞാൻ ജോലി അന്വേഷിച്ചു. എൻ്റെ കോളേജ് ഒരു പുതിയ കോളേജ് ആയ കാരണം കുറേ കമ്പനികളുടെ ലിസ്റ്റിലൊന്നും എൻ്റെ കോളേജ് അവൈലബിൾ അല്ലായിരുന്നു. എനിക്ക് അപ്ലൈ ചെയ്യാൻ കൂടി പറ്റിയിരുന്നില്ല. ഞാൻ കുറേ കമ്പനിയിൽ അന്വേഷിക്കുമ്പോൾ കുറേ കമ്പനികൾ പറയും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അവർക്ക് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റിനെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ പഠിച്ചതായിട്ടുള്ളൊരു ജോലി കിട്ടിയിരുന്നില്ല. ഞാനപ്പോൾ എനിക്ക് കിട്ടിയ ജോലികൾക്കെല്ലാം ഞാൻ 2016 ഒക്ടോബർ മുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഉള്ള ജോലികൾക്കെല്ലാം ഞാൻ പോയി തുടങ്ങി. BPO ഫീൽഡിലും പിന്നെ ടീച്ചറായി വർക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് അപ്പോൾ എനിക്ക് മാതാവിനോട്, കാരണം ഞാൻ 85% എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേഷൻ കിട്ടിയത്. അതിന് എനിക്കൊരു ഉപകാരമില്ലാണ്ട് ഡാറ്റ എൻട്രി ജോബൊക്കെ ചെയ്യുമ്പോൾ മാതാവേ നിനക്ക് കണ്ണ് കാണില്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇവിടെ 2018 ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മ ആലപ്പുഴയിൽ പോയിട്ട് ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അടുത്തുള്ള പള്ളിയിലൊക്കെ മാതാവ് തന്നെയല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്തിന് ഇത്രയും ദൂരത്തേക്ക് പോയിട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കണത്? നിങ്ങൾ വെറുതെ ടൂറ് പോകാൻ വേണ്ടിയിട്ട് വരണതാവില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറ് പോകാനായിട്ടാണ് നിങ്ങൾ ഇത്രയും ദൂരത്തേക്ക് വരണത്, ഒരു ഉപകാരം ഉണ്ടാവില്ല, നിങ്ങൾ വെറുതെ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് അറിയാം വയ്യായി ഉള്ളവരാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അമ്മ പറഞ്ഞു, ഇല്ല നിനക്ക് വിശ്വാസം വരണമെങ്കിൽ യൂട്യൂബിൽ അവരുടെ ധ്യാന കേന്ദ്രത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നീ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ ഇങ്ങോട്ട് വരണത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തത്. കാരണം ഞാൻ എൻ്റെ ബുദ്ധിക്ക് മേലെ, അതായത് ദൈവമുണ്ട്, പോസിറ്റീവ് എനർജി ദൈവമുണ്ട്, പക്ഷേ ഇങ്ങനെ അത്ഭുതങ്ങളിലൊന്നും എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണു, അതിലൊക്കെ വെറും തട്ടിപ്പാണ്, ആൾക്കാരെ കൂട്ടാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം എൻ്റെ യുക്തിക്ക് അത് ചേർന്നിരുന്നില്ല. ഞാനപ്പോൾ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കണ്ടു, കുറേ സാക്ഷ്യങ്ങൾ കണ്ടു. വെറുതെ അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞ് അമ്മേനെ നിർത്താമെന്ന് വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് കുറേ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു, കൃപാസനത്തെക്കുറിച്ച് കുറേ അധികം ട്രോളുകൾ കണ്ടു. അപ്പോൾ പിന്നെ എന്തിനാ ഇത്, ആ ട്രോളുകൾ സത്യമാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ ഒരു സാക്ഷ്യത്തിൽ പറയണ കേട്ടു, ഒരു ചേച്ചിക്ക് ജോലി ശരിയായി, അവർ ലേറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റാണ് ഇട്ടത്. കൃപാസനത്തിൽ വന്ന ആ സമയത്ത് അവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അവർ പ്രയർ റിക്വസ്റ്റ് ഇട്ടു വന്ന്. ഞാനിത് ഓക്കെ അങ്ങനെയാ വെച്ചാൽ എനിക്കും ഇടാൻ പറ്റുള്ളൂ പ്രയർ റിക്വസ്റ്റ്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്, ഞാൻ ബാംഗ്ലൂരാണ് ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നത്, ഞാൻ അവിടെ വെച്ചിട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ടു, എനിക്കിങ്ങനെ ജോലി വേണം. ജോലി എന്ത് ജോലിയാണെന്നൊന്നും ഞാൻ ആ സമയത്ത് മെൻഷൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു നല്ല ജോലി വേണം, മാതാവ് എനിക്കൊരു ജോലി തന്നെ അനുഗ്രഹിക്കണേന്ന്. അത് മാതാവിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് കുറച്ച് കാലതാമസം വന്നെങ്കിൽ കൂടെ എനിക്ക് 2020 മെയ്യിൽ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു, ഒരു വലിയൊരു MNCയിൽ തന്നെ. ഞാൻ ആ സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ കമ്പനികൾ മാറിയെങ്കിലും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പതുക്കെ ഞാൻ കൃപാസനത്തിലേക്ക് അടുത്ത് തുടങ്ങി. ശരിക്കും മാതാവിനോട് ഓരോ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങി. ഇവിടുത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ റിക്വസ്റ്റ് ഇട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു. ഇന്ത്യയിൽ ടോപ്പ് 5 പെടുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഞാൻ ഇതിന് മുന്നേ അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ കോളേജിൻ്റെ പേര് അതിലില്ലാത്ത കാരണം എനിക്കതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അവർ ഒരു മെയിലായിട്ട് അവരിങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇതിന് അവർക്ക് റിക്വസ്റ്റ് കൊടുത്തു, അവരെനിക്ക് റെസ്യൂം അയച്ചു കൊടുത്തു, അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ കമ്പനിയിൽ എക്സ്പെക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നല്ല അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അവർ ഭയങ്കര ലോ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. കാരണം എനിക്ക് ഡൗട്ട്, കുറേ ഫ്രോഡ് ആ സമയത്ത് കുറേ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കുറേ ഇതുകളും ഇൻ്റർവ്യൂസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ പറ്റിക്കാനായിരിക്കും, എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനായിരിക്കും, തട്ടിപ്പായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജോബിന് ഓഫർ ലെറ്റർ അവർ നമുക്ക് ഓഫർ ലെറ്റർ അസൈൻ ചെയ്യണവരിക്കും ഞാനത് വിശ്വസിച്ചിരുന്നില്ല. ഞാൻ കറൻ്റ് കമ്പനിയിൽ റിസൈനേഷൻ പേപ്പർ ഇട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മെയ് 31-ാം തീയതി ഓഫർ ലെറ്റർ റിലീസാക്കി. ഞാൻ ചെയ്തിരുന്ന അതേ വർക്കിൽ ലീഡിൻ്റെ ഒരു പൊസിഷനിലാണ് എനിക്ക് അവർ ഓഫർ ലെറ്റർ തന്നത്. പക്ഷേ ഞാനപ്പോൾ ഓഫർ ലെറ്റർ തന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് തരാൻ സാധ്യതയില്ലാത്ത, അതായത് 100% മേലെ സാലറിയാണ് ഹൈക്കായിട്ട് ചോദിച്ചിരുന്നത്. കാരണം ഒരിക്കലും അത് കള്ളന്മാർ പറ്റിക്കുന്നവരാണെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് അത്രയും സാലറി ഒന്നും തരത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷേ അവരത് ആക്സെപ്റ്റ് ചെയ്തു. അവരെനിക്ക് ജോബ് ഓഫർ ഇത് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ച സാലറിയെക്കാട്ടും വിട്ടിട്ട് 2 രൂപ കൂട്ടിയിട്ടാണ് അവരെനിക്ക് തന്നത് സാലറി. ഞാനപ്പോൾ ജോയിൻ ആക്കാമെന്ന് വിചാരിച്ച് പേപ്പറിൽ ഇവിടെ കറൻറ്റ് കമ്പനിയിൽ ഞാൻ റിസൈനേഷൻ പേപ്പർ ഇട്ടു.
റെസിഗ്നേഷൻ പേപ്പർ ഇട്ട് ഒരു 90 ഡേയ്സ് അവർ അക്സെപ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 2 ഞാൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കാരണം ഞാൻ ലേറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് അല്ല ഇട്ടിരുന്നുള്ളൂ, ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഓൾറെഡി ഉടമ്പടിയിൽ അപ്പോൾ ഒരു നിയോഗം നടന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങൾ പറയാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞു. ഞാൻ പക്ഷെ പറഞ്ഞില്ല, ഇത് ശരിക്കുള്ളതാണോ എന്ന് നമ്മൾ ജോയിൻ ആക്കിയതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു. പോണ സമയത്ത് ഞങ്ങളുടെ കാറിലാണ് വന്നത്, ഞാൻ, ഹസ്ബൻഡ്, പിന്നെ എൻ്റെ ചേച്ചിയുടെ ഒരു കൊച്ച്, ചേച്ചി, അങ്ങനെയൊക്കെ ആയിട്ട് വന്നത്. എടപ്പള്ളി അവിടുത്തെ ട്രോളിൻ്റെ അപ്പുറം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആയി. ഞങ്ങളിവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട്, ഭയങ്കര തിരക്കാണ്, കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് തിരക്കിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഉഷ്ണാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടിയുമേ വേറൊരു വണ്ടിക്കാരൻ വന്നിട്ട് അവൻ സഡൻ ബ്രേക്ക് ഇട്ടിട്ട് അത് വണ്ടി ഇടിച്ച് ആകെ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു അത്. അപ്പോൾ ഇവിടുന്ന് അതൊരു അനുഭവമായി. ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി. ആദ്യത്തെ അനുഭവത്തിൽ അങ്ങനെ വന്നു. രണ്ടാമതും ഒരു പ്രാവശ്യം ഞങ്ങൾ ജോയിൻ ആക്കി. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എൻ്റെ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ റാം ഡൗൺ ആയി. ഞാൻ അവർ ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ ഈ ഗ്രേഡ്, അതായത് ഈ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് സാലറിക്ക് വേണ്ടി മാത്രമായിട്ട് ഇട്ടുള്ളതാണ്. നിങ്ങളുടെ റോള് വേറെ, ജോബ് റോള് വേറെ ആയിരിക്കും, നിങ്ങൾ നോർമൽ ഒരു എംപ്ലോയിയുടെ മാതിരി ആയിരിക്കും, ലീഡൊന്നും അല്ല എന്ന്. അപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. കാരണം നമ്മൾ മനസ്സിൽ ഒരു ആകാശം മൊത്തം ഉള്ള ഒരാഗ്രഹമായിട്ടാണ് ജോലിക്ക് പ്രവേശിച്ച് മാതാവ് തന്ന ജോലിന്ന് ഒരു സൈഡിലുണ്ട്, വേറെ സൈഡിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി, കുറേ ആൾക്കാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും. പഠിച്ചിട്ട് ഇത്രയും കൊല്ലം, അതായത് പഠിച്ചിട്ട് 4 വർഷത്തിന് ശേഷമാണ് ഞാൻ ആ ജോലിക്ക് പ്രവേശിക്കുന്നത്. 4 വർഷമല്ല, 6 വർഷത്തിന് ശേഷം 2022 ആയപ്പോഴാണ് ഞാൻ ആ ജോലിക്ക് കയറുന്നത്. ആ ജോലിക്ക് കയറിയിട്ട് 6 വർഷത്തിന് ശേഷം കിട്ടിയ ജോലിയിൽ എൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നു തുടങ്ങി. ഞാൻ അവിടെ കയറി 1 മാസമായപ്പോൾ 1 മാസത്തെ സാലറി എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. പിറ്റേ ദിവസം ഞാൻ റെസിഗ്നേഷൻ പേപ്പർ ഇടാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ച ജോലിയല്ല അവരെനിക്ക് തന്നത്. ഇത് റെസിഗ്നേഷൻ പേപ്പർ ഞാൻ ഇട്ടു, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റത്തെ ദിവസം എനിക്ക് ശനിയാഴ്ച ഞാൻ കൺസീവ് ആണെന്ന് അറിയാണ്. അപ്പോൾ എനിക്ക് ജോലി വീണ്ടും അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കുട്ടീനെ വയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുട്ടീനെ വെച്ചിട്ട് ഞാൻ തേടാന്നുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത കാരണം ഞാൻ വീണ്ടും റിവോക്ക് ചെയ്തു എൻ്റെ റെസിഗ്നേഷൻ പേപ്പർ. ഞാൻ ഒന്നും തന്നെ എക്സ്ട്രാ കോഴ്സൊന്നും ചെയ്തിട്ടില്ല. ആ കമ്പനിയിൽ ആ പ്രോജക്റ്റ് റാം ഡൗൺ ആയി. റിസിഷൻ കാരണം പ്രോജക്റ്റ് റാം ഡൗൺ ആയി. നിങ്ങൾ ബിടെക് ഗ്രാജുവേറ്റ് അല്ലേ, നിങ്ങൾക്ക് IT-യിലേക്ക് ഞങ്ങൾ ട്രാൻസിഷൻ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ IT-യിലേക്ക് അവർ മൂവ് ചെയ്തു. എനിക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. എനിക്ക് റെസിഗ്നേഷൻ പേപ്പർ ഇട്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ പോയിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുക എന്നല്ല ചെയ്തത്, ഞാൻ പോയി വർത്താനം പറയുക ചെയ്തത്. മാതാവേ, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് വേറൊരു കമ്പനിയിൽ റെസിഗ്നേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ വരികയും ചെയ്തു. ഇപ്പോൾ 1 മാസത്തെ സാലറി ഉണ്ട്, ഞാൻ എങ്ങനെ റൺ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു കൊച്ചുമായിപ്പോൾ ഒരു ജോലിക്ക് താല്പര്യമില്ലാണ്ട് പോവാന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. എന്നെ നീ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാവില്ല ഇതൊക്കെ ചെയ്തത്. കുഴപ്പമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, നീ എനിക്ക് തന്നതല്ല, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും റിവോക്ക് ചെയ്തിട്ട് ഞാൻ ജോയിൻ ആക്കി. 15 ദിവസം എനിക്ക് അവിടെ നിന്ന് എടുത്തുള്ളൂ. ഞാൻ സെപ്റ്റംബർ മാസം ആണ്, ജൂലൈ 27 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് ആ ഒരു 15-18 ദിവസത്തിനുള്ളിൽ മാതാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു സംസാരിച്ചിട്ട് എനിക്ക് ട്രാൻസിഷൻ IT-യിലേക്ക് ഞാൻ മൂവായി. അതേ കമ്പനിയിൽ IT-യിൽ എൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും കിട്ടില്ല. ഇവിടെ അച്ഛൻ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ യുക്തിക്ക്. അതെ, മാതാവ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, മാതാവ് പറയും എന്തൊക്കെ വിവരദോഷ പറയുന്നത്. കുറേ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾസിനെ നമുക്ക് പറ്റിക്കാൻ ഈസിയാണ്. അത് കാരണമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ വിചാരിച്ച ഒരാളായ ഞാനാണ് ഇന്നിവിടെ നിന്ന് പറയുന്നത്. എനിക്ക് ഒന്നും തന്നെ ഞാൻ കോഴ്സ് പഠിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ എൻ്റെ എഞ്ചിനീയറിംഗ് ഡിഗ്രി മാത്രമുള്ളൂ. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ സാലറിയിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മോനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ 6ാമത്തെ നിയോഗമായിട്ട് വെച്ചതാണ്. എൻ്റെ വീട്ടിൽ 5 മക്കളാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ആങ്കൊച്ചിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഒരു നിയോഗം, എൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം വർഷമൊന്നും ആയിട്ടില്ല, 1 വർഷമായിട്ടുള്ളൂ. അപ്പം ഞാൻ നിയോഗം വെച്ചു, എനിക്ക് ആങ്കൊച്ചിനെ വേണം. കാരണം വെച്ചാൽ 6ാമത്തെ നിയോഗം അവിടെ ഉടമ്പടിയുടെ ഇത് പറയുന്ന സമയത്ത് ആ ചേച്ചി പറഞ്ഞു നടക്കാത്ത നിയോഗങ്ങൾ വെക്കുക, മാതാവിന് ഇഷ്ടമുള്ളത് മാതാവ് തരട്ടെ എന്ന് പറഞ്ഞ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട് നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചിട്ടോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എഴുതി എനിക്ക് 6ാമത് എനിക്ക് ആങ്കൊച്ചിനെ വേണം, ആങ്കൊച്ചിനെ തന്നെ തരാൻ വെച്ചാൽ അപ്പം മാതാവ് തരുന്ന ആൾ എനിക്ക് മനസ്സിലാവുമല്ലോ, അപ്പോൾ എനിക്ക് വേണമെന്ന്. ഞാൻ ഇവിടുന്ന് പോയി 1 മാസത്തിനുള്ളിൽ ഞാൻ കൺസീവായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് BP 140 മേലെ, ഹൈ ബ്ലഡ് പ്രഷർ. അപ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. ഡോക്ടർ പറഞ്ഞു BP ഇത്തിരി കൂടുതലാണ്, കുറച്ച് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നത്തെ തുടർച്ചയുള്ള ചെക്കപ്പുകളിലൊക്കെ പോയപ്പോഴും BP ആയി. 3ാമത്തെ മാസം അവർ 2ാമത്തെ മാസത്തിൽ സ്കാനിങ് വന്നു.
സ്കാനിങ് വന്നപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി, ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഈ ജോലിയും ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് ബെഡ് റെസ്റ്റ് കിട്ടുമോ എന്നറിയില്ല. പക്ഷെ മാതാവ് അതും നടത്തി തന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് എനിക്ക് 3-ാമത്തെ മാസമായി ഇപ്പോൾ NT സ്കാൻ ചെയ്യണം. 14 വീക്കിൽ NT സ്കാൻ ചെയ്യണം. NT സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് മൊത്തം പ്രോബ്ലമാണ്. എൻ്റെ റൈറ്റ് യൂട്ടറിൻ ആർട്ടറി വന്നിട്ട് അവർ വിചാരിക്കുന്ന ലെവലിനെക്കാട്ട് വിട്ട് അതിൻ്റെ PI 3% വിട്ട് കൂടുതലാണ്. അപ്പോൾ കുട്ടി വളരും തോറും കുട്ടിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു തുടങ്ങും. ഈ കുട്ടിക്ക് വളർച്ച എത്താണ്ട് ഒന്നില്ലെങ്കിൽ പ്രീമെച്ചർ ഒരു 8 മന്ത് വരെയൊക്കെയാണ് അവരുടെ ഒരു കാൽക്കുലേഷനിൽ ഈ കുട്ടീനെ നമുക്ക് വയറിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. അതിന് മേലെ ഒന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കുട്ടീനെ എടുക്കണം. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. വെറുതെ ഒരു TT എടുക്കാൻ കൂടെ പോയാൽ കൂടെ എനിക്ക് BP കൂടും. മറ്റുള്ളവർക്ക് കുത്തണം കണ്ടാലേ ഞാൻ കരഞ്ഞു തുടങ്ങും. എനിക്ക് BP കൂടി ഭയങ്കരമായിട്ട് അതെനിക്കൊരു പ്രശ്നമാണ്. ആ സമയത്ത് ഞാനിത് ഓപ്പറേഷൻ ചെയ്യണത് പോസിബിൾ അല്ല, നോർമൽ ഡെലിവറിക്ക് ചാൻസും ഇല്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ വയറുമ്മ പുരട്ടിയിട്ട് പ്രാർത്ഥിച്ചു. മാതാവ്, നീയാണ് എനിക്ക് തന്നത്, നീ തന്നെ കാക്കണം. തുടർച്ചയായിട്ട് എനിക്ക് എന്ത് വരും എന്നൊന്നും അറിയില്ല. അബോട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് എല്ലാവരും പറയുന്നത്, പക്ഷേ അതെന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനെക്കാട്ടും വലുത് എൻ്റെ ജീവൻ എടുത്തോളൂ നീ. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡും ഞാനും വയറുമ്മ കൈവച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ ഡൗൺ ആയി പോകുന്നതോറും ഞാൻ ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കും, അച്ഛൻ്റെ ടോക്ക് കേൾക്കും. ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ജോലി ചെയ്യാൻ വെച്ചാൽ കൂടെ അച്ഛൻ്റെ ടോക്ക് വെച്ചിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങി. എൻ്റെ സൈഡിലുള്ള പോസിറ്റിവിറ്റീനെ ഞാൻ അതുവഴി ഇൻക്രീസ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ യുക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായാലും ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയപ്പോൾ പിന്നെ വേറൊരു ആശ്രയമില്ല ഇതിൽ. കാരണം വയറിൻ്റെ ഉള്ളിൽ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. എൻ്റെ 3-ാമത്തെ സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ ഒന്നും ഇവർക്ക് കൊച്ചിൻ്റെ ഇമേജ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് കൊച്ച് ചിലപ്പോൾ ഉറങ്ങുന്ന കാരണമായിരിക്കും, നിങ്ങൾ വല്ല ഷുഗറിൻ്റെ എന്തെങ്കിലും ചോക്ലേറ്റോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും കഴിച്ച് 2 അടി നടന്നിട്ട് വരൂ, കൊച്ചിൻ്റെ ഇമേജ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്ന്. ഞാൻ എൻ്റെ 7 മാസത്തെ സ്കാനും അവസാനത്തെ 9-ാം മാസത്തെ സ്കാൻ വരയ്ക്കും എനിക്ക് കൊച്ചിൻ്റെ ഇമേജ് പ്രോപ്പർ അല്ലായിരുന്നു. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പോയി, ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഉണ്ണീശോയുടെ ഫോട്ടോ ഉണ്ട്, ആ ഉണ്ണീശോയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും, മാതാവേ എനിക്കും ആഗ്രഹമുണ്ട്, എല്ലാ അമ്മമാരുടെ മാതിരിയും ഞാനും ആഗ്രഹിച്ചിട്ടാണ് നിൽക്കണം എൻ്റെ മോൻ്റെ പടം സ്കാനിലെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനെനിക്ക് പറ്റുന്നില്ല. ഈ ഉണ്ണീശോയുടെ പടമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈ ഉണ്ണീൻ്റെ മാതിരി ഒരു ഉണ്ണീനെ തന്നിട്ട്, ഒരു കുഴപ്പമില്ലാത്തൊരു ഉണ്ണീനെ തന്നിട്ട് നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഓരോ ദിവസം കുർബാനയ്ക്ക് പോകുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെ വരാം. കാരണം വെച്ചാൽ കുർബാന സ്വീകരിച്ചാൽ എനിക്ക് അവിടെ നോർമലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വയറിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടോ എന്ന് ഹോസ്പിറ്റലുകാർക്ക് ഡൗട്ടാണ്. അവർ കാര്യം ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല. 7-ാം മാസത്തിലെ സ്കാനിൽ വെള്ളം കുറവാന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ കേരളത്തിലത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് സ്വെറ്റായി. എനിക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വളരെയധികം കുറഞ്ഞു തുടങ്ങി. 32-ാമത്തെ ആഴ്ച വരയ്ക്കും ഇവർ പറഞ്ഞ ഡേറ്റ് 24-ാമത്തെ ആഴ്ചയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുള്ളിൽ കൊച്ചൊന്നിനെ നമ്മൾ പുറത്തെടുക്കണം, അല്ലെങ്കിൽ പ്രീമെച്ചർ ഓട്ടോമാറ്റിക്കലായിട്ട് നോർമൽ ഡെലിവറിയിലൂടെ കൊച്ചു ജനിക്കും. പക്ഷേ പ്രീമെച്ചർ ബേബിയാണ്, NIC ഉള്ള ഹോസ്പിറ്റലിൽ ഞാൻ കൺസൾട്ട് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ ഡെലിവറി ജേർണിയിൽ ഞാൻ 10 ഹോസ്പിറ്റൽ വരയ്ക്കും കൺസൾട്ട് ചെയ്തു എൻ്റെ കൊച്ചു നോർമലാണോ എന്ന് അറിയാനായിട്ട്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് ഒരേ ഉത്തരം തരുന്നത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാവും, എന്തോ കുട്ടിയുടെ ഇമേജ് പ്രോപ്പറല്ല, കൊച്ചിന് കാല് കാണാനില്ല, സ്കാനിൽ നോക്കുമ്പോൾ കൈ കാണാനില്ല എന്നാണ്. ഞാനിതൊക്കെ സഹിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉണ്ണീശോനെ കണ്ട് മുന്നോട്ട് നീങ്ങി. എൻ്റെ 9-ാം മാസം എത്തി. 9-ാം മാസം ജസ്റ്റ് കിടന്നിട്ടുള്ളൂ. പക്ഷേ 32-ാമത്തെ ആഴ്ചയിൽ എനിക്ക് പെപ്പ് എന്ന് പറഞ്ഞിട്ട് അത് 100 പേരിൽ ഒരാൾക്കാണ് വരുത്തുള്ളൂ. എൻ്റെ വയറിൻ്റെ അടിഭാഗത്തുനിന്ന് കാല് വരയ്ക്കും. ഉണരുകളാണോ ചൂട് കുരുക്കിനെക്കാട്ടും വലിയതായിട്ട് ഇങ്ങനെ ഉണരുകൾ, നമുക്ക് അതിൻ്റെ ഇറിറ്റേഷൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തൊട്ട് മുന്നത്തെ ആഴ്ച സ്കാനിങ്ങിന് പോയപ്പോൾ എൻ്റെ വയറിനുമേ ഒരു ഡോട്ട് കൂടിയില്ല, ഒരു മാർക്ക് കൂടിയില്ലാത്ത വയറിൽ മൊത്തം മാർക്കുകളായി. മാന്തി ഞാൻ തന്നെ പൊട്ടിച്ച് ഞാൻ കരഞ്ഞു വന്നിട്ട് മാതാവിൻ്റെ അടുത്ത്, മാതാവേ ഇത് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. കാരണം അസഹനീയമായ ചൊരിച്ചിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് 100 പേരിൽ ഒരാൾക്ക് വരത്തുള്ളൂ, അത് കുട്ടിയുടെ ജീനും എൻ്റെ ജീനും തമ്മിൽ മിസ്മാച്ച് ആയ കാരണം വരുന്നതാണെന്ന്. അപ്പോഴും ഞാൻ കൺഫേം ചെയ്തു. ഓക്കെ, മാതാവിനോട് ഞാൻ ചോദിച്ചത് ആങ്കൊച്ചിനെ, അപ്പോൾ ആങ്കൊച്ചാണ്. കാരണം ഫീമെയിൽ ആണെച്ചാൽ എൻ്റെ ജീനും കുട്ടിയുടെ ജീനും മാച്ച് ആയിരിക്കില്ല, അപ്പോൾ എനിക്കിങ്ങനെ വരത്തില്ലല്ലോ എന്ന് ഞാൻ അപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ തൈലം എടുത്തിട്ട് എൻ്റെ വയറുമ്മ തേച്ചു. എൻ്റെ അമ്മ കക്കിണ വേപ്പിൻ്റെ ഇലയും മഞ്ഞളും ഇതൊക്കെ തേച്ച് നോക്കി, പക്ഷെ ഒന്നിലും കുറവില്ല. തൈലം തേച്ചപ്പോൾ 2 ആഴ്ച കൊണ്ട് എനിക്കത് കുറഞ്ഞു തുടങ്ങി.
സാവധാനത്തിൽ അതെൻ്റെ കാലുമെന്ന്, പക്ഷെ മേത്തേക്ക് മുഖത്തേക്കൊന്നും വന്നില്ല, കാലുമയ്ക്ക് വരയ്ക്ക് വന്നു. അതങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു 36ാമത്തെ ആഴ്ച എത്തുമ്പോഴേക്കും എനിക്ക് വേദന എന്നറിയില്ല, കൊച്ചിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും എനിക്ക് അറിയുന്നില്ല. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഡ്രസ്സിൻ്റെ മേലേക്ക് കൊച്ച് പൊന്തിയിട്ടാണ് വരും, അങ്ങനെ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഇങ്ങനെ കുട്ടിയുടെ അനക്കമൊന്നും അറിയാത്ത കാരണം അതൊരു ടെൻഷനുണ്ട്. പക്ഷെ ഇവരൊക്കെ വലിയ ആൾക്കാരൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും കൊച്ചൊക്കെ നന്നായി അനങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ലയെന്ന്. എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ആളാണ്. അപ്പോൾ ബാക്ക് പെയിനിൽ ഈ കൊച്ചിനെ വയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് വേറൊരു സൈഡിലൊരു ടെൻഷനായിരുന്നു എല്ലാവർക്കും. ഈ ബാക്ക് പെയിൻ വെച്ചിട്ട് ഇവിടെ എങ്ങനെ കൊച്ചിന് നോക്കുന്നു. പക്ഷേ എനിക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഒറ്റ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല, വെയിറ്റ് തന്നെ തോന്നിയിരുന്നില്ല. കൊച്ചിൻ്റെ വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത കൂടി ഇല്ലാണ്ടാണ് ഞാൻ നടന്നിരുന്നത്. ഞാൻ ഇവനെ പ്രസവിക്കാൻ പോകുന്ന വരയ്ക്കും ഞാൻ വർക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിട്ട് എൻ്റെ കമ്പനിയിൽ ഞാൻ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 15-ാം തീയതി മുതലാണ് മെറ്റേണിറ്റി ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോനെ ഞാൻ പ്രസവിക്കാൻ പോകുന്നത് മെയ് 10-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ എനിക്ക് വെറുതെ ഒരു കുളത്തി പിടിച്ച് വേദന എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആയതാണ്. പക്ഷേ ദൈവം എന്നെ അഡ്മിറ്റ് ആക്കിയെന്ന് പറയാം. കാരണം ആ സമയത്ത് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ 6.5% മാത്രമാണ് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കൊച്ചു മരിച്ചു പോയേനെ തന്നെ, വെള്ളമില്ലാതെ കൊച്ചിന് ശ്വാസം കിട്ടി മരിച്ചു പോയേനെ എന്നാണ് പറയണത്. പക്ഷെ അവരെനിക്ക് ഒരു ശേഷം മാതിരി ഒരു ഇത് തന്നു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂട്ടാനായിട്ട്. ഞാനത് പിടിച്ചു നിന്നു. അവരെൻ്റെ പരമാവധി, എനിക്ക് BP-യുടെ പ്രശ്നമുണ്ട്, എൻ്റെ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നാണ് എൻ്റെ റിപ്പോർട്ടിൻ്റെ മേലെ അവർ എഴുതിയിട്ടുള്ളത്. അത് കാരണം എൻ്റെ ഡ്യൂട്ടി ഡോക്ടർ ഇല്ലാത്ത കാരണം പരമാവധി അവരെന്നെ നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് വരയ്ക്ക് എങ്ങനെയും നീക്കാൻ വേണ്ടിയിട്ട് അവർ നിന്നു. പക്ഷേ എനിക്ക് നെക്സ്റ്റ് ഡേ ഇത് നോക്കി ആ സാഷ കഴിച്ചപ്പോൾ കുറച്ചും കൂടി വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു. കാരണം എനിക്കപ്പോൾ 35-ാമത്തെ ആഴ്ചയിൽ അഡ്മിറ്റ് ആവണത്. 36ാമത്തെ ആഴ്ച ആവണമെങ്കിൽ ഇനിയും 2 ദിവസം കൂടി ഉണ്ട്. ഒരു വെനസ്ഡേ ആയാലും 36ാമത്തെ ആഴ്ച ആവത്തുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ നിന്നു. അവർ ഹോസ്പിറ്റലിൽ പോയി മൂവ്മെൻറ്റ് നോക്കും കൊച്ചിൻ്റെ. പിന്നെ വെള്ളിയാഴ്ച രാത്രി ആകുമ്പോഴേക്കും എനിക്ക് തീരെ പറ്റുന്നില്ല. അവരെനിക്ക് മരുന്ന് വെച്ച് കുഞ്ഞിനെ നോർമൽ ഡെലിവറി കൂടെ തന്നെ കുഞ്ഞിനെ പുറത്തെടുത്തു. അത്രയും നാൾ എനിക്ക് BP ഉണ്ടായിരുന്ന ആൾ എന്നെ അവിടെ ലേബർ റൂമിൽ കയറ്റിയപ്പോൾ എൻ്റെ BP നോർമലായി 110 എന്നുള്ള റേഞ്ചിലേക്കായി. എൻ്റെ കയ്യിൽ ആകെ കൂടി ഉണ്ടായിരുന്നു. ഇവർ എൻ്റെ അടുത്ത് എല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞു, എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു ഈ ഒരു കൊന്ത എൻ്റെ കൈമ ചുറ്റിക്കോട്ടെ, ഇതെനിക്ക് ബലമാണ്, എനിക്ക് പേടിയുള്ള കാരണമാണ്. ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ എൻ്റെ വെയിനിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് ചീറ്റായിരുന്നു. കാരണം എനിക്ക് BP കൂടിയിട്ട് അവർക്ക് ക്യാനുകൾ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് പേടി കുറയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഇവിടുത്തെ ഉടമ്പടി കാശ് രൂപം പിടിച്ചിട്ടാണ് ഞാൻ ഡെലിവറി ലാബിൽ കിടക്കുന്നത്. എൻ്റെ 2 കയ്യിലും അന്ന് വരയ്ക്ക് ഉണ്ടാകാത്ത ഛർദി ലേബർ റൂമിൽ കയറിയപ്പോൾ എനിക്ക് ഛർദിയായിരുന്നു. എനിക്കൊന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ മാതാവിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇതും കടന്നു പോകില്ല മാതാവേ, നാളെ ഒരു പുതിയ പ്രഭാതവും ഒരു പുതിയ ഇതും എനിക്ക് തരില്ലേ നീ, ഞാൻ ഇവിടെ കടന്നിട്ട് മരിക്കാച്ചാൽ മാതാവ് നോക്കേണ്ടി വരും കുഞ്ഞിനെ. അങ്ങനെ റിസ്ക് എടുക്കാൻ മാതാവിന് തയ്യാറാച്ചാൽ മാത്രം എനിക്ക് എൻ്റെ ജീവനെടുത്തോ. കാരണം ഞാൻ അതിൻ്റെ ലേബർ റൂമിലെ ആ ടേബിളിൻ്റെ മേലെ നിന്ന് ഞാൻ താഴെ വീഴാൻ പോയി. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാത്രമാണ് ഏറ്റവും ആദ്യം വന്ന ആൾ ഞാനാ ലേബർ റൂമിൽ, പക്ഷേ ഏറ്റവും അവസാനം പോയ ആളും ഞാനാ. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് മാതാവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. ആ സമയം കാരണം ഒന്ന് തോന്നുന്നു എന്നെ നേരെ അവിടെ കുറച്ച് വൈകിച്ചു മാതാവ് ഞാൻ ചെയ്തതിന് ഉള്ള ആ ഒരു അവിശ്വാസത്തിന് എൻ്റെ അടുത്ത് മാതാവിനോട് ഞാൻ ക്ഷമ യാചിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ മോന് ഈ മെയ് മാസം 13-ാം തീയതി എൻ്റെ മോന് 1 വയസ്സാവാനും പോണേ. എൻ്റെ മോനെ നിങ്ങളിവിടെ കണ്ടത് ഒരു കുഴപ്പമില്ലാത്ത എന്നെ അമ്മ എന്ന് വിളിച്ചില്ലെങ്കിൽ കൂടെ മാതാവിനെ അമ്മ എന്ന് വിളിക്കണ ഒരു മോനെ മാതാവ് എനിക്ക് തന്നു. കാരണം അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം. ഒരു കുഴപ്പമില്ല. ഞാൻ വന്നിട്ട് അവനെ പ്രസവിച്ച് എൻ്റെ മേത്ത് കിടത്തുമ്പോൾ ഞാൻ ആദ്യം നോക്കിയത് കുട്ടിക്ക് എന്തെങ്കിലും കയ്യിനോ കാലിനോ അംഗവൈകല്യങ്ങളുണ്ടോ, കുട്ടി കരയുന്നുണ്ടോ എന്നാ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ തോന്നിയതാണോ അതങ്ങനെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ കണ്ടിരുന്ന എൻ്റെ ഉണ്ണീശോയുടെ ഫോട്ടോ രൂപത്തിൻ്റെ അതേ ഛായയിൽ മുടിയുടെ ഇവിടെ ഇങ്ങനെ ചുരിച്ചു വെച്ചുള്ള ഒരു കുഞ്ഞുണ്ണീനെയാണ് എനിക്ക് കാണിച്ചു തന്നത്. എൻ്റെ മോൻ വളരെ വെയിറ്റ് കുറവായിരുന്നു. പക്ഷേ എനിക്ക് എടുത്ത് നടക്കാനുള്ളൊരു ഉണ്ണീനെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉള്ള കാരണമായിരിക്കാം ഉണ്ണീനെ വെയിറ്റ് കുറവിൽ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഉണ്ണീൻ്റെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പിന്നോട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കൊണ്ടുപോയാൽ വെഞ്ചിരിച്ച ഉപ്പിട്ടിട്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അന്ന് മുതൽ അവൻ വായ തുറന്നു തുടങ്ങി. ഞാനിവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ അച്ഛൻ്റെ ടോക്ക് വയ്ക്കും, സ്പീച്ച് വയ്ക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടൊന്നും പ്രാർത്ഥിക്കാനുള്ളൊരു അവസ്ഥയല്ല. ഞങ്ങൾ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വയ്ക്കുമ്പോൾ ഇവൻ കൈയടിച്ചിട്ട് ഇവൻ വായ തുറക്കുമ്പോഴാണ് ഞാൻ അവന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ഈ നൊയമ്പിൻ്റെ ഓശാന ബുധനാഴ്ച എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. എനിക്ക് തന്നെ തോന്നി അത് ചിക്കൻ ബോക്സാണ്. ഞാൻ കുർബാന കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ മുഖത്തൊക്കെ ബ്ലിസ്റ്റേഴ്സ്, അതിൻ്റെ പോളങ്ങൾ വന്നു തുടങ്ങി. ആകെ
കുറച്ച് വന്നു തുടങ്ങിയപ്പോഴും കുഞ്ഞും ഭർത്താവും മാത്രമുള്ള ഞങ്ങളുടെ കൂടെ പാരൻസ് ആരുമില്ല. ഭർത്താവ് കുഞ്ഞിനെ നോക്കണം, ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പതുക്കെ അപ്പുറത്തെ റൂമിലേക്ക് മാറി. എൻ്റെ കയ്യിൽ ആകെ കൂടി ഉണ്ടായിരുന്നത് ഇവിടുന്ന് വെഞ്ചിരിച്ച തൈലും ഉപ്പും, പിന്നെ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന കുഞ്ഞൊരു മാതാവിൻ്റെ സ്റ്റാച്ചും ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ബുക്കും ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് മാറി കിടന്നു. ഞാൻ എൻ്റെ മേലെ ആ മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ട്, മാതാവേ എനിക്കിത് ചിക്കൻ ബോക്സ് ആണോന്നും അറിയില്ല, ഒന്നും അറിയത്തില്ല, പക്ഷേ നീ എന്നെ കാത്തോളണം. എനിക്ക് ലീവ് പറയണമെങ്കിൽ, എൻ്റെ ഓഫീസിൽ ലീവ് കിട്ടണമെങ്കിൽ ഞാൻ ഇത് കൺഫേം ആക്കണം. അതിന് തിങ്കളാഴ്ച വരെയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്യണം. തിങ്കളാഴ്ചയാണ് എനിക്ക് ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ. അതുവരെയ്ക്ക് എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കണതാണ്. ഞാൻ എങ്ങനെ പാല് കൊടുക്കുക? അതിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുത്താലേ കഴിക്കുള്ളൂ. ഇവന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവന് വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അവനെ മാനേജ് ചെയ്യാമെന്ന് കൂടെ അറിയത്തില്ല. മാതാവ് ഇനി നോക്കണേന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു. കഞ്ഞി വെച്ച് തന്നതിൽ ഞാൻ ഇവിടെ നിന്ന് വെഞ്ചരിച്ച ഉപ്പും, പിന്നെ എൻ്റെ മേത്തൊക്കെ ഈ പോളങ്ങൾ വന്നിട്ടുള്ള പോളത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ തൈലം എടുത്ത് പുരട്ടാൻ തുടങ്ങി. ചൊവ്വാഴ്ചയായി, തിങ്കളാഴ്ച ഡോക്ടറിൻ്റെ അടുത്ത് കൺഫേം ചെയ്തു ചിക്കൻ ബോക്സ് ആണ്. കാരണം കയ്യിലുള്ള ബ്ലിസ്റ്റേഴ്സ് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് ചിക്കൻ ബോക്സ് ആണ്, നിങ്ങൾ കുഞ്ഞായിട്ട് അത്ര ഇതാവരുത്, നിങ്ങൾ കുഞ്ഞിനെ കുറച്ച് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ട് ഹോം ഐസൊലേഷനിൽ കഴിയണമെന്ന് പറഞ്ഞു. എനിക്ക് ഹോം ഐസൊലേഷനിൽ പോയിട്ട് അവൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുക, 1 മിനിറ്റ് മാറി നിൽക്കാൻ കൂടി അവൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എഴുതി നിൽക്കുന്നുണ്ടായിരുന്നത്. മാതാവ് അതും വരുത്താതെ എന്നെ സഹായിച്ചു. കാരണം ചൊവ്വാഴ്ച കഴിയുമ്പോഴാണ് എനിക്ക് മൊത്തം ത്രോട്ട് ബോഡി എനിക്ക് പൊളങ്ങൾ പൊന്നു. ഞാൻ എല്ലാ സ്ഥലത്തും മാതാവിൻ്റെ ഈ തൈലം പറ്റി. പിന്നെ ഞാൻ ഉപ്പ് ഭക്ഷണത്തിലിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ചൊവ്വാഴ്ച പൊന്തിയത് ഒരിക്കലും എല്ലാവരും, എൻ്റെ അമ്മ വന്ന് പറഞ്ഞു 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസമാണ്. എനിക്ക് പൊന്തിയതെന്ന് വെച്ചാൽ കറുപ്പ നിറമുള്ളതാണ്. അപ്പോൾ ഭയങ്കര ദിവസങ്ങൾ പിടിക്കും അത് പോവാനായിട്ട്. ഇനിയുള്ളത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കുമ്പസാരിച്ചിട്ടില്ലേ ഞാൻ. എനിക്കെന്ന് വെച്ചാൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. കാരണം എൻ്റെ മോൻ്റെ ആദ്യത്തെ നോയമ്പാണ്. ഞാൻ അവന് എന്ത് കാണിച്ചു കൊടുക്കണം, അതാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാന്നുള്ള ഒരു ബോധ്യം എനിക്കുള്ള കാരണം ഞാൻ കുമ്പസാരിക്കാൻ പോകണം, കുർബാന സ്വീകരിക്കണം എന്നുള്ള ഒരാഗ്രഹം എന്നിൽ വളരെ ഇതായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ അവിടെ കിടന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എനിക്ക് വേറെ ഒന്നും ചെല്ലാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ കിടന്ന് പ്രാർത്ഥന ചൊല്ലി മേത്ത് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഞാൻ അവിടെ കിടക്കാം. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ ഡെയിലി കുളിക്കാനാണ് പറയുന്നത്. പക്ഷേ ഇവർ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട് ഡെയിലി കുളിക്കാൻ പാടില്ല, ഇതിന് 7 ദിവസം കഴിഞ്ഞാൽ കുളിക്കാൻ പാടുള്ളൂ. ഞാൻ രണ്ടും കൽപ്പിച്ച് 2 നേരം വെളിച്ചെണ്ണ തേച്ച്, മാതാവിൻ്റെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ തുടങ്ങി. വെറും 4 ദിവസമാണ് എൻ്റെ മേത്ത് ഈ പൊളങ്ങൾ നിന്നുള്ളൂ. 4 ദിവസത്തിനുള്ളിൽ അത് എങ്ങനെ പോയി എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മുഖത്ത് മേത്ത് ആൾക്കാർ കാണാവുന്ന ഇടത്തിലുള്ള എല്ലാ പൊളങ്ങളും പോയി. കാരണം വെച്ചാൽ എനിക്ക് പള്ളിയിൽ നിൽക്കുമ്പോൾ നാണക്കേടല്ലേ. ആ പൊളങ്ങളൊക്കെ എനിക്ക് മാതാവ് മാറ്റി തന്നു. കാരണം എൻ്റെ മോൻ പൊട്ടിക്കിച്ചില്ല, ഒറ്റ പൊളങ്ങളും വന്നില്ല. എൻ്റെ മോനും ഹസ്ബൻഡിനും ഒരു കുഞ്ഞു പൊളം കൂടി വരുത്താണ്ട് മാതാവ് അത് മാറ്റി തന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന ആളെ എനിക്ക് വേറെ ഇവിടുത്തെ പത്രങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങി. എനിക്ക് വിശ്വാസം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിന് ഞാൻ എൻ്റെ മോനെയും കൊണ്ടുപോയിട്ടാണ് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങിയത്. എനിക്കിത് മാതാവ് തന്ന മോനാന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുത്തു തുടങ്ങി. കുറേ പേര് എൻ്റെ അടുത്ത് വേണ്ട ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയും. ഞാൻ അപ്പോൾ കൊടുക്കില്ലേ ചേച്ചി, ഞാൻ പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുത്തോണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങും. പിന്നെ ഞാനിവിടുന്ന് ഈ യൂട്യൂബിലത്തെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ പ്രാർത്ഥനകളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി, യൂട്യൂബ് വഴി ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇതും കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയപ്പോൾ എൻ്റെ അടുത്ത് ജോലിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കുറച്ച് പേർക്ക് അറിയാം. ഞാനതിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതുവഴി ഇവിടുത്തെ കൃപാസനത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മദർ മേരിയിൽ ട്രസ്റ്റ് ഉണ്ടോ, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു ചർച്ച് ഉണ്ട് ആലപ്പുഴ, എനിക്ക് ഇങ്ങനെ ഒരു ജോബ് കിട്ടിയത് അതുവഴിയാണ്, നിങ്ങളൊന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രയർ ഒന്ന് കണ്ടു നോക്കൂ, സാക്ഷ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ പുതിയ തീരുമാനങ്ങൾ, ഞാൻ ഓരോ പ്രാവശ്യം ഓരോന്ന് ചെയ്യുമ്പോഴും മാതാവ് എൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ മടിച്ചു നിന്ന ബാംഗ്ലൂർ നിങ്ങൾക്കറിയാലോ, എല്ലാവരും നമ്മളതിനെ ഒരുമാതിരി നോക്കാൻ തുടങ്ങും. നമ്മൾ ഈ പത്രമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ചെറിയ പുച്ഛമൊക്കെ തോന്നും. ഞാൻ അതും വെച്ചിട്ട് മാതാവിൻ്റെ പത്രം, ചേച്ചിക്ക് ഞാൻ ഒരു പത്രം തന്നോട്ടെ കൃപാസനത്തിലെ, എനിക്ക് വേറെ എവിടെയും കൊടുക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയിട്ട് കൃപാസനത്തിലെ പത്രം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെയുള്ള എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ കയ്യിലുള്ള സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ട് ആരുമില്ല, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറയുമ്പോൾ ഞാൻ അവർക്ക് എൻ്റെ അടുത്ത് പറയും, അമ്മ പറയും നീ വേണമെങ്കിൽ അവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് വർത്താനം പറഞ്ഞിട്ട് കൊടുത്താൽ മതി, കാരണം പൈസയല്ലേ കൊടുക്കണം, നിനക്ക് വിശ്വാസം വരണമെങ്കിൽ. പക്ഷേ എന്ന് ഞാൻ എൻ്റെ അവിശ്വാസം മാറ്റി, അന്ന് മുതൽ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ആരും കാണണ്ട, അമ്മ തന്നെ കൊടുത്താൽ മതി, അമ്മയ്ക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടി
വേണ്ടിയിട്ട് മാതാവിൽ വിശ്വാസം അടിയുറച്ച വിശ്വാസത്തിന് എൻ്റെ മോൻ വളരാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ കല്യാണത്തിന് കുറേ നമ്മുടെ ഇവിടെ കല്യാണങ്ങൾക്ക് നിറയെ പൈസ കൂടിയ സാരികളൊക്കെ ആവില്ല എടുക്കുക. ഞാനതിൽ വില കൂടിയ സാരി ഒരു പ്രാവശ്യമൊക്കെ എടുത്തിട്ടുള്ളൂ. ആ സാരികൾ കല്യാണത്തിന് ഡ്രസ്സില്ല എന്ന് പറഞ്ഞു വരുന്ന ഓരോ ചേച്ചിമാർക്കും ഓരോ പെൺകുട്ടികൾക്കും ഒക്കെ ഞാനത് എൻ്റെ ഡ്രസ്സുകൾ ഞാൻ അവർക്ക് ദാനം ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ അവരോട് എൻ്റെ ഡ്രസ്സുകളാണ്, നിങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എടുക്കരുത്, എനിക്ക് ഈ ഡ്രസ്സുകളാണ് ഇപ്പം എൻ്റെ കയ്യിൽ പൈസ അത്രയ്ക്കും കൊടുക്കാനില്ലാത്ത കാരണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഡ്രസ്സുകൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ആശുപത്രിയിലേക്കൊന്നും പോയിട്ട് എനിക്ക് ഇപ്പോൾ ഈ കുഞ്ഞിനെ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഉള്ള വീട്ടിൽ അവരുടെ ഹസ്ബൻഡിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. എൻ്റെ മോനെക്കാട്ട് വിട്ട് ഒരു മാസം താഴെയുള്ള ഒരു കുഞ്ഞാണ് അവിടെ. അപ്പോൾ ഞാൻ അവർക്ക് എന്നെ കൊണ്ട് പറ്റാവുന്നത് എൻ്റെ ജോലികളെല്ലാം വെച്ചിട്ടും ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനുള്ള ഭക്ഷണം, ആ കുഞ്ഞിനുള്ള ഭക്ഷണം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അമ്മ മാതാവ് എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്ത സഹായത്തിനേക്കാട്ടും ഒത്തിരി മേലെയാണ്. എനിക്കിപ്പോൾ എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയില്ല. ഞാൻ പറയുന്ന സാക്ഷ്യം നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമാവുമെന്ന് അറിയില്ല. കാരണം കുറേ പേര് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി വാങ്ങുന്ന ഒരു കാലത്ത് എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് മാതാവിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ കൃപാസനത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ വിശ്വാസം പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് എന്നിലൂടെ 1000 പേര് അറിയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ അൽത്താരയിൽ വന്ന് നിൽക്കേണ്ടത്. കാരണം എൻ്റെ വിശ്വാസത്തിന് അടിയുറച്ചതാക്കാനായിട്ട് മാതാവ് എന്നിൽ 1000 അത്ഭുതങ്ങളാണ് ഇതുവരെയ്ക്കും പ്രവർത്തിച്ചത്. അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ സാക്ഷ്യം ഒരല്പം നീണ്ട് പറഞ്ഞെങ്കിലും ഇതിൽ ഓരോ വ്യക്തി എങ്ങനെയാണ് ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നത് അതാണ് പറയുന്നത്. അപ്പം തുടക്കത്തിൽ പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഈ അറിവും പഠിപ്പും ശാസ്ത്ര അവബോധവും കൂടുമ്പോൾ ആദ്യം തള്ളിപ്പറയുന്നത് ദൈവത്തിനെ ആകണം എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും ഉണ്ട്. കാരണം പഠിച്ചവരൊക്കെയും ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പക്ഷേ നമ്മുടെ ഈ ഉടമ്പടിയുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു 50% മുകളിലും സാക്ഷ്യം പറയുന്നവരെല്ലാം ഗ്രാജുവേറ്റ്സ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് വിവിധ പ്രൊഫഷനിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേക്കും ഒരു സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യം ഇതൊക്കെ സംഭവിക്കാമെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷികമായ ഒരു യുക്തിയുടെ ഭാഗമായിട്ട് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു തട്ടിപ്പ് കേന്ദ്രമായിരിക്കും. അത് ചിലപ്പോൾ പഴയ അനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദൈവത്തിന് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ളൊരു അവിശ്വാസം ഉള്ളതുകൊണ്ടോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ പല സാക്ഷ്യങ്ങളുടെ ആരംഭം ഇങ്ങനെ ഒന്നെങ്കിൽ ഒരു ട്രോള് കണ്ട് ചിരിച്ച് പരിഹസിച്ചിരുന്നവർ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു തട്ടിപ്പ് കേന്ദ്രമാണെന്ന് വിശ്വസിച്ചതിലേക്ക് വരാതിരുന്നവർ. പക്ഷേ ഈ ഒരു യാത്രയിൽ നിന്ന് ഇന്ന് ഒരു സാക്ഷ്യം പറയാൻ തക്ക വിധം അല്ലെങ്കിൽ അന്ന് കണ്ട അതേ സ്ഥലത്ത് മാതാവ് കൊണ്ടു നിർത്തി ഇതുപോലെ ഒരു വലിയ അനുഭവമായിട്ട് ഒരു കുഞ്ഞുമായിട്ട് ഒരുപാട് അനുഭവങ്ങളുമായിട്ട് ഇങ്ങനെ വാദോരാതെ പറയാവുന്നത്ര ദൈവാനുഭവമായിട്ട് ഈ വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തിയെങ്കിൽ അതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം. അപ്പോൾ അവസാനം പറഞ്ഞതാണ് കറക്റ്റ് കാര്യം. കാരണം ഇവിടെ മാതാവിൻ്റെ രൂപം ഉള്ളതുകൊണ്ടല്ല, എല്ലാ ദേവാലയത്തിലും മാതാവിന് ശക്തി കുറവായതുകൊണ്ടുമല്ല, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഈ അൾത്താരയിൽ നടന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രത്യക്ഷീകരണത്തെ സഭ അംഗീകരിക്കണമെന്നുള്ളതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും അടിസ്ഥാന പ്രാർത്ഥന. ഒരു സ്ഥലത്ത് അത് ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവർക്കറിയാം, അങ്ങനെ പെട്ടെന്ന് 10 പേര് കൂടിയെന്നും പറഞ്ഞ് ഉടൻ തന്നെ അത് സഭ അംഗീകരിച്ച് ഒന്നും ചെയ്യത്തില്ല. കാരണം അവിടെ ശാസ്ത്രത്തിന് മുകളിലും യുക്തിയുടെ മുകളിലും ഉള്ള അനുഭവങ്ങൾ അവിടെ വന്ന് പങ്കെടുക്കുന്നവർക്കും വരുന്നവർക്കും എല്ലാം ഉണ്ടാവണം. ഇപ്പോൾ ലൂർദിലും ഫാത്തിമയിലും ഒക്കെ പോകുന്നവർക്കും അല്ലെങ്കിൽ വേളാങ്കണ്ണി ദേവാലയത്തിൽ പോകുമ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യം അവിടെ ഒരു ദൈവാനുഭവം ഉണ്ടെന്നുള്ളൊരു, അപ്പോൾ അങ്ങനെ ലോകത്തിന് മുമ്പിൽ വിളിച്ച് പറയണമെങ്കിൽ അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടണം, ഔദ്യോഗികമായിട്ടത് പഠിക്കപ്പെടണം. അതിൻ്റെ ഭാഗമാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നതും അത് വീഡിയോഗ്രാഫി ചെയ്യുന്നതും അതെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നതും. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് ഒരു ദിവസം തന്നെ കേൾക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയും വലിയ അനുഭവങ്ങൾക്ക്, പക്ഷേ ഇതിനൊരു കാലാവധിയും സമയത്തിൻ്റെ തികവൊക്കെ എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് പലയിടങ്ങളിൽ നിന്ന് വന്ന് സാക്ഷ്യം പറയുന്ന, അതും എല്ലാ ദിവസവും സാക്ഷ്യം പറയുന്ന, ഒരു മാസം ഒരു 700 ഒരു വർഷം ഒരു 9000-ഓളം സാക്ഷ്യങ്ങളൊക്കെ അതിനൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ അത്രയും അനുഭവങ്ങൾ ഇവിടെ വരുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഇടത്തിലൊരു ദൈവിക സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ഒരു വലിയൊരു ബോധ്യത്തിൻ്റെ ആവശ്യമില്ല, അതൊരു സാധന യുക്തിയാണ്. പക്ഷേ ഒരു തുറവി എപ്പോഴും ഒരാവശ്യമാണ്. ആ തുറവിയോടുകൂടി ഒരു അല്പവിശ്വാസത്തോടു കൂടിയാണെങ്കിലും ഇവിടെ വന്നെത്തിയവരൊക്കെ ഇവിടെ അൾത്താരയിൽ ബോധ്യത്തോടെ സാക്ഷ്യപ്പെടുത്തണം. ഈ മകൾ പറഞ്ഞ പോലെ അമ്മ ഈ അൾത്താരെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുവാനായിട്ട് മാതാവ് തന്നെ നൽകിയ ഒരു കുഞ്ഞും ഒരു വലിയൊരു സൗഖ്യത്തിൻ്റെ അനുഭവവും അതിനോടൊപ്പം ഒരു ജോലിയുടെ അനുഭവം, അതെല്ലാം
അച്ഛൻ്റെ ആരാധനകളും സാക്ഷ്യങ്ങളും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ സാക്ഷ്യങ്ങളാണ് ഒരുപാട് പേരെ സ്പർശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയോടെ കേൾക്കുമ്പം ദൈവം നമുക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു സംശയവും ഒരു ക്യൂരിയോസിറ്റിയും ആയിരിക്കും അറ്റ് ദ ബിഗിനിങ്. പക്ഷേ നമ്മുടെ ഒരു തുറവിയുണ്ട് എങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വന്തമാക്കുന്നൊരു അനുഭവം ഉണ്ടാകും. അതാണ് ഇവിടെ ഓരോ ദിവസവും ആളുകൾ വന്ന് പറയുന്ന സാക്ഷ്യം. പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച, പ്രത്യേകിച്ച് കുഞ്ഞിനെ പ്രതിയും ജോലിയെ പ്രതിയും അതിനേക്കാളും അപ്പുറം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അവബോധത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.